السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കാരുണ്യവാനായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ കാരുണ്യവാനായ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിവസം പോലും മുടങ്ങാതെ അൽഹംദുലില്ലാ ഒരു വർഷക്കാലമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹു എല്ലാവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഉളഹിയ്യത്ത് മൃഗത്തിൻ്റെ മാംസവും രക്തവും പരലോകത്ത് കൊണ്ടുവന്ന് നിന്റെ മീസാനിൽ 70 ഇരട്ടിയായി വെക്കപ്പെടുന്നതാണ് എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, അമാ ഇന്നഹു യുജാഉ ബിദമിഹാ വലഹ്മിഹാ ഫയൂളഉ ഫീ മീസാനിക 70 ളിഅഫൻ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉളഹിയ്യത്ത്, അതിൻ്റെ ഇറച്ചി, അതിൻ്റെ രക്തം പോലും നാളെ മീസാനിൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന നന്മയായി അല്ലാഹു നിനക്ക് തരുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, എന്താണ് ഉളഹിയ്യത്ത്? വലിയ പെരുന്നാൾ ദിനത്തിലെ സൂര്യോദയം മുതൽ അയ്യാമുത്ത ശരീക്ക് ദുൽഹജ്ജ് 11, 12, 13 ദിനങ്ങൾ അവസാന സമയത്തിനിടയിൽ ഉളഹിയ്യത്തിനെ കരുതിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ആട്, മാട്, ഒട്ടകം എന്നിവയെ അറുത്തു കൊടുക്കുന്നതിനാണ് ഉളഹിയ്യത്ത് എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞത് മുതൽ പിന്നെ 3 ദിവസം അശറിന് മുമ്പായിട്ട്, 1-ാമത്തെ ദിവസം അശറിന് മുമ്പായിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി അറുത്തു കൊടുക്കുന്നതിനാണ് ഉളഹിയ്യത്ത് എന്ന് പറയുന്നത്. ഇത് ആർക്കാണ് സുന്നത്ത്? ബുദ്ധിയും പ്രായപൂർത്തിയും വിവേകവും സാമ്പത്തിക ശേഷിയുമുള്ള സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും ഉളഹിയ്യത്ത് ശക്തിയായ സുന്നത്താണ് എന്ന് അവിടെ നിന്ന് കിതാബുകൾ നമുക്ക് പഠിപ്പിക്കുക. അതൊരു വലിയ സുന്നത്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, എന്താണ് സാമ്പത്തിക ശേഷിയുള്ളവർ? ഈ സാമ്പത്തിക ശേഷി അതാണല്ലോ നമുക്കൊക്കെ അറിയേണ്ടത്. പടച്ചോനെ, എനിക്കത് കൊടുക്കൽ നിർബന്ധമാണോ, കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, എൻ്റെ കയ്യിൽ സമ്പത്തുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ. അള്ളാഹു അവിടെ ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം, വലിയ പെരുന്നാൾ ദിനത്തിൽ തൻ്റെയും തൻ്റെ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ ആവശ്യങ്ങൾ കഴിഞ്ഞ് ഉളഹിയ്യത്തിനുള്ള സമ്പത്ത് ബാക്കി വരുന്നവനാണ് സാമ്പത്തിക ശേഷിയുള്ളവൻ. ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പെരുന്നാളിൻ്റെ അന്ന് തൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും ഭക്ഷണം, വസ്ത്രം, സർവ്വ കാര്യങ്ങളും കൊടുക്കാനുള്ള സമ്പത്ത് കഴിഞ്ഞിട്ട് പിന്നെ നിൻ്റെ കയ്യിൽ ഒരു 30,000, 25,000, 50,000 രൂപ നിൻ്റെ കയ്യിൽ എടുക്കാനുണ്ടെങ്കിൽ ഒരു ഷെയറെങ്കിലും ചേർന്നത് കൊടുക്കാൻ നിനക്ക് സമ്പത്തുണ്ടെന്ന് അത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ലക്ഷങ്ങളും കോടികളും ഉള്ളവനല്ല. നിന്റെ കയ്യിൽ അന്നത്തെ സർവ്വ ചെലവുകളും കഴിഞ്ഞിട്ട് ഒരു 25,000 രൂപ, 30,000 രൂപ എടുക്കാൻ നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ ഉളഹിയ്യത്ത് കൊടുക്കല. അല്ലാതെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടും മാറിപ്പോകലല്ല. ഉളഹിയ്യത്ത് അറുക്കുന്നത് നിർബന്ധമാണോ? ഷാഫി മദ്ഹബിൽ സുന്നത്താണ് ഉളഹിയ്യത്ത്. എന്നാൽ ഹനഫി മദ്ഹബിൽ കഴിവുള്ളവൻ ഉളഹിയ്യത്ത് അറുക്കൽ നിർബന്ധമാണ്. അതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഷാഫി മദ്ഹബിൽ അത് സുന്നത്താണ് എങ്കിൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് അത് സമ്പത്തുള്ളവൻ അറുത്തു കൊടുക്കൽ അവൻ്റെ മേൽ നിർബന്ധമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉളഹിയ്യത്ത് അറുക്കാതിരിക്കൽ ഷാഫി മദ്ഹബിൽ കറാഹത്തുമാണ്, കഴിവുണ്ടായിട്ട് അറുത്തു കൊടുക്കാത്തവൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പം ചോദിക്കുന്നു, ഒരു വീട്ടിൽ ഒരാൾ ചെയ്താൽ മതിയോ? എല്ലാവരും ചെയ്യണോ? പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വീട്ടിൽ ഒരാളെങ്കിലും ചെയ്യണം, ഉളഹിയ്യത്ത് അറുത്തു കൊടുക്കണം. ശക്തിയായ സുന്നത്താണ്, സുന്നത്ത് കിഫായാണ്. വീട്ടിൽ ഒരാൾ ചെയ്താൽ മറ്റുള്ളവരെ തൊട്ട് അത് മതിയാകുന്നതാണ്. ഒരാളും ചെയ്യാതിരിക്കൽ കറാഹത്താണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വീട്ടിൽ ഒരാളെങ്കിലും അത് ചെയ്യണം. കഴിവുണ്ടായിട്ട് ചെയ്യാതിരുന്നാൽ അത് കറാഹത്തായി മാറുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഒരാൾ ചെയ്താൽ
ചെയ്താൽ മറ്റുള്ളവർക്ക് വല്ല പ്രതിഫലവുമുണ്ടോ? ഒരു വീട്ടിൽ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവർക്കും പ്രതിഫലമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. വീട്ടിലെ ഒരാൾ ചെയ്താൽ മറ്റുള്ളവരെ തൊട്ട് ചെയ്യണമെന്നുള്ള കൽപ്പന ഒഴിവാകും, അത്രയേ ഉള്ളൂ. 5 സഹോദരങ്ങളുണ്ട്, അപ്പോൾ ഒരു സഹോദരൻ കൊടുത്തു എങ്കിൽ ആ ചെയ്യണമെന്നുള്ള കൽപ്പന ഒഴിവായി. പ്രതിഫലം ചെയ്തയാൾക്ക് മാത്രമേ ലഭിക്കൂ. ആരാണോ കൊടുത്തത് ആ ഒരു മനുഷ്യന് മാത്രമേ പ്രതിഫലം കിട്ടുകയുള്ളൂ, മറ്റുള്ളവർക്ക് അത് പ്രതിഫലമില്ല. ഇനി എന്നാൽ ഉദ്ഹിയ്യത്തിന്റെ പ്രതിഫലത്തിൽ മറ്റുള്ളവരെ പങ്കാളികളാക്കിയാൽ 7 പേര് വരെ ഷെയർ ചേർന്ന് കൊടുക്കാമല്ലോ. 7 പേര് വരെ ഷെയർ ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രതിഫലം കിട്ടും. അല്ലാതെ ജ്യേഷ്ഠൻ അറുത്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അനിയനോ അൻ്റനിയനോ സഹോദരിക്കോ ആർക്കും പ്രതിഫലം കിട്ടില്ല. ആരൊക്കെ അതിൽ പങ്കാളികളാകുന്നു അവർക്കേ ഉള്ളൂ. ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിഫലത്തിൽ പങ്കാളികളാകുന്നത് എങ്ങനെയാണ്? ഉദ്ഹിയ്യത്തിന്റെ പ്രതിഫലത്തിൽ നിന്ന് ഇന്ന വ്യക്തി, ഞാൻ അപ്പം ഒരു പോത്തിനെ വാങ്ങിച്ച് അറുത്തു കൊടുക്കുമ്പോൾ ഞാനുമുണ്ട്, എനിക്കൊരു ഷെയർ വേണം. അപ്പോൾ ഒരു മൃഗത്തെ വാങ്ങി അതിൻ്റെ അറുപ്പ് ഉൾപ്പെടെ സർവ്വ ചെലവുകളും എടുത്ത് കണക്ക് നോക്കിയിട്ട് തുല്യമായിട്ട് 7 പേര് അങ്ങോട്ട് അൽഹംദുലില്ലാ 7 പേര് വരെ ആകാം. അതിന് 2, 3, 5, 6 എത്ര പേരാണെങ്കിലും അത് പങ്കാളികളാകുമ്പോൾ അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉദ്ഹിയ്യത്തിൽ പങ്കാളികളാകുന്നവരോട് ഉദ്ഹിയ്യത്ത് ആട് ഒറ്റയ്ക്ക് മാത്രമേ അറുത്തു കൊടുക്കാൻ കഴിയുള്ളൂ. അല്ല വല്ല മാടോ ഒട്ടകമോ വലിയ മൃഗമാണെങ്കിൽ അതിനകത്താണ് 7 പേർക്ക് വരെ ഷെയർ ചെയ്യാൻ പറ്റുക. അല്ലാതെ ഒരു ആടിന് എൻ്റെ പ്രിയപ്പെട്ടവരെ 7 പേര് കഴിയില്ല. ഇനി എത്ര വയസ്സുണ്ടാകണം? ഒട്ടകത്തിന് 5 വയസ്സ് പൂർത്തിയാകണം. അതാണ് ഇതിൻ്റെ നിയമം. ഉദ്ഹിയ്യത്ത് ഇറക്കുന്നവർ ഒട്ടകത്തിന് 5 വയസ്സ് പൂർത്തിയാകണം. അതുപോലെ തന്നെ മാടുകൾ, കാള, പോത്ത്, മൂരി അങ്ങനെയുള്ള ജീവികൾ അതിനൊക്കെ 2 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇനി ആടാണെങ്കിൽ അതിന് 1 വയസ്സ് പൂർത്തിയായിരിക്കണം. അല്ല കാണാൻ ഇത്തിരി വലുപ്പമുണ്ട് പക്ഷേ 2 വയസ്സില്ല, അറുത്തു കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. വെറുതെ ചുമ്മാതെ കയറി ചെയ്ത് ആ അമല് ചെയ്ത് നശിപ്പിച്ച് കളയലല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൊടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മൃഗം, നല്ല അൽഹംദുലില്ലാ കാണാൻ ആരും ന്യൂനതകൾ പറയാൻ കഴിയാത്ത മനോഹരമായ നല്ല ഒരു വാഹനം, അള്ളിമു ലഹായാക്കും ഫഇന്നഹ അല സിറാത്തി മതായാക്കും, അത് നാളെ സിറാത്തിലൂടെ നിന്നെ കൊണ്ടുപോകേണ്ട വാഹനമാണെന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എനിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല. ദുൽഹജ്ജ് മാസം തുടങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദ്ഹിയ്യത്തിന് നിയ്യത്ത് ചെയ്ത ആൾക്കാർ ദുൽഹജ്ജ് മാസം തുടങ്ങുന്നതിന് മുമ്പായി മുടിവെട്ടേണ്ടവരും നഖം മുറിക്കേണ്ടവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം അതൊക്കെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ചെയ്ത് കഴിയുമ്പോൾ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുകയും ഇനിയും സമയമുണ്ട്. അൽഹംദുലില്ലാ ഷെയറുകളൊക്കെ ചേർന്ന് നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ വാഹനങ്ങളെ നിങ്ങൾ ക്ലിയറാക്കുക. അള്ളാഹുവിന് വേണ്ടി അറുത്തു കൊടുക്കാൻ തരുന്നൊരു അവസരമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരന്മാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ, ഇതിന് അഡ്മിന്മാർ എല്ലാവർക്കും അള്ളാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.